ഡിയർ ഫ്രണ്ട്സ്, നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെയിലിയർ ഓഫ് ലീഗ് ഓഫ് നേഷൻസ് ആണ്. അപ്പോൾ എന്തെല്ലാം കാരണങ്ങളാണ് ലീഗ് ഓഫ് നേഷൻസിൻ്റെ ഫെയിലിയറിന്, പരാജയത്തിന് കാരണം എന്നുള്ളതാണ്. അപ്പം അൾട്ടിമേറ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ലീഗ് ഓഫ് നേഷൻസ് ഫോം ചെയ്യുന്നത് ടു പ്രിവെൻറ്റ് എ റിപ്പീറ്റേഷൻ ഓഫ് വാർ ആണ്. അതായത് ഒരു യുദ്ധം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയും ഒരു ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഇനിയും ഒരു യുദ്ധം, ഒരു സെക്കൻഡ് വേൾഡ് വാർ അല്ലെങ്കിൽ മറ്റ് ചെറിയ വാറുകൾ, കോൺഫ്ലിക്റ്റുകൾ, പ്രശ്നങ്ങൾ ഇതൊന്നും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലീഗ് ഓഫ് നേഷൻസ് ഫോം ചെയ്യുന്നത്. പക്ഷേ വിത്തിൻ 2 decades ദി എഫേർട്സ് ഫെയിൽഡ്. ആ ഒരു 2 decades ആയപ്പോഴേക്കും എന്താണ്, രണ്ട് പതിറ്റാണ്ടായപ്പോഴേക്കും എന്ത് ചെയ്തു, ഈ ഒരു എഫേർട്ട് പരാജയപ്പെട്ടു. ഓക്കെ. കൂടാതെ എന്താണ്, അതിനെ കൂടാതെ ഇൻ അഡീഷൻ എന്താണ്, ദി ലീഗ് ഓൾസോ ഫെയിൽഡ് ഇൻ ഇറ്റ്സ് മിഷൻ ടു അച്ചീവ് ഡിസാർമെൻറ്റ്, സെറ്റിൽ ഡിസ്പ്യൂട്ട് ത്രൂ ഡിപ്ലോമസി ആൻഡ് ഇംപ്രൂവ് ഗ്ലോബൽ വെൽഫെയർ. അപ്പം രണ്ടാം ലോക മഹായുദ്ധത്തെ തടയുക എന്നുള്ളത് ഒരു പരാജയമായിരുന്നു. അതോടൊപ്പം തന്നെ എന്താണ്, ഡിസാർമമെൻറ്റ്, ഇത്തരത്തിലുള്ള ആയുധ വ്യാപനം തടയുന്നതിൽ, ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുന്ന കാര്യത്തിൽ, അതേമാതിരി ലോക വെൽഫെയർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ എന്താണ്, ലീഗ് ഓഫ് നേഷൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ ഓരോ കാരണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ദ ഫസ്റ്റ് റീസൺ വാസ് ആബ്സെൻസ് ഓഫ് ഗ്രേറ്റ് പവേഴ്സ് ആണ്. അണ്ടർസ്റ്റാൻഡ് ആണ് എന്താണ് ആബ്സെൻസ് ഓഫ് ഗ്രേറ്റ് പവേഴ്സ്. പല രാജ്യങ്ങളും എന്താണ്, ലീഗ് ഓഫ് നേഷൻസ് ഫോം ചെയ്തപ്പോൾ അതിൻ്റെ തുടക്കത്തിലില്ലായിരുന്നു. പിന്നീട് അതിൻ്റെ കൂടെ ജോയിൻ ചെയ്യുകയും പിന്നീട് അതിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ പറ്റിയത്. ഇപ്പം അതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, ട്രീറ്റി ഓഫ് വേഴ്സാലീസിൻ്റെ അടിസ്ഥാനത്തിലാണെന്ത്, അതിൻ്റെ ഒരു കോൺഫിഗറേഷൻ ആണെന്ത്, ലീഗ് ഓഫ് നേഷൻസ്. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും എന്താണ്, ഒരു റിവെഞ്ചാണ്. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് റാറ്റിഫൈ ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ പല ആളുകളും ലീഗിൽ ചേരാൻ വേണ്ടിയിട്ട് വിസമ്മതിച്ചു. അങ്ങനെ ഗ്രേറ്റ് പവേഴ്സിൻ്റെ, വലിയ രാജ്യങ്ങളുടെ ആബ്സെൻസ്, അവർ ജോയിൻ ചെയ്യാത്തത് തന്നെയാണ് എന്ത്, അതിൻ്റെ ഒരു പരാജയത്തിന്, അല്ലെങ്കിൽ അത് ആ ഒരു സംഘടന വീക്കാവാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് തന്നെയായിരുന്നു. ഫോർ എക്സാമ്പിൾ, റഷ്യ ഇതിനകത്ത് മെമ്പറല്ലായിരുന്നു. അതിൻ്റെ ഫൗണ്ടിങ് ഫാദർ നമുക്കറിയാം, വിഡ്രോ വിൽസൻ്റെ 14 പോയിൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ലീഗ് ഓഫ് നേഷൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുണ്ടാക്കിയ രാജ്യമായ അമേരിക്ക എന്താണ്, അതിൻ്റെ ഭാഗമാകുന്നില്ല. അമേരിക്ക അതിന് പറയുന്ന കാരണം, ഈ ലീഗ് ഓഫ് നേഷൻസിൻ്റെ ആർട്ടിക്കിൾസ് എന്താണ്, അമേരിക്കയുടെ സോവർണിറ്റിയെ, പരമാധികാരത്തെ ചലഞ്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനകത്ത് ചേരാൻ പറ്റില്ല എന്നൊക്കെയാണ് അമേരിക്ക പറയുന്നത്. അതായത് വുഡ്രോ വിൽസണ് അദ്ദേഹം ഈ ഒരു ലീഗ് ഓഫ് നേഷൻ ഫോം ചെയ്തതിന് ശേഷം പാരീസിൽ നിന്ന് അദ്ദേഹം യു എസിലേക്ക് പോയിട്ട് ഇത് യു എസിൽ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്, യു എസിൽ മെമ്പർ ആവണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ എതിർ പാർട്ടിക്കാർ എന്ത് ചെയ്യാണ്, അവഗണിക്കുകയും അത് അംഗീകരിക്കാതിരിക്കുകയും അമേരിക്ക അതിനകത്ത് മെമ്പർ ആവാതിരിക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുണ്ടാക്കിയ ഒരു രാജ്യം അതിനകത്ത് മെമ്പർ ആവാത്തതിൻ്റെ ഒരു വൈരുദ്ധ്യമുണ്ടല്ലോ, ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ പരാജയത്തിന് ഒരു കാരണമാണ്. അതുപോലെ അതിനകത്ത് ആദ്യം ജോയിൻ ചെയ്യുകയും പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യുകയും, അങ്ങനെയൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള രാജ്യങ്ങളായ ജപ്പാൻ, ജർമ്മനി ആൻഡ് ഇറ്റലി, ഇവരൊക്കെ എന്ത് ചെയ്യുന്നതാണ്, ഈ ലീഗിൻ്റെ തത്വങ്ങളോട്, ലീഗിൻ്റെ റൂൾസിനോട്, റെഗുലേഷൻസോടൊക്കെ എന്താണ്, എതിർപ്പ് പ്രകടിപ്പിച്ചിട്ട് എന്തുണ്ടായിരുന്നു, പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ലീഗ് ഓഫ് നേഷൻസിൻ്റെ വലിയ പരാജയങ്ങൾ ഒരു കാരണം. ഓക്കെ. നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ്, ഡോമിനേഷൻ ഓഫ് ഫ്രാൻസ് ആൻഡ് ഇംഗ്ലണ്ട്. അതായത് ഇത് പറയുന്നതെന്ന് വെച്ചാൽ, certain countries were dominant in the League of Nations and they controlled the daily activities of the League of Nations. Uh, they had a dominant power on the League of Nations. ഇത് എന്താണ്, മറ്റുള്ള എന്താണ്, ഫ്രാൻസും ഇംഗ്ലണ്ടൊക്കെ അങ്ങനെ ഡോമിനൻ്റ് ആയി മാറിയപ്പോൾ അതർ സ്റ്റേറ്റ്സ്, ചെറിയ സ്മോൾ സ്റ്റേറ്റ് എന്താണ്, അവർക്ക് എന്താണ്, കോൺഫിഡൻസ് നഷ്ടപ്പെടുകയാണ്. ഓക്കെ. അപ്പം ദേ ഫെൽറ്റ് ദാറ്റ് they were not part of the League of Nations and League of Nations was not ready to listen their problems. Their League of Nations, it always listening or considering the problems
the interest of France and England. That also led to the failure of the League of Nations. Okay. തേർഡ് പോയിന്റ് റൈസ് ഓഫ് ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകാധിപതികളുടെ ഒരു ഉത്ഭവം അല്ലെങ്കിൽ അവർ ഉണ്ടാവുന്ന ഒരു കാലഘട്ടമായിരുന്നു ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം. നമുക്കറിയാം ഇറ്റലി, ജർമ്മനി, ജപ്പാൻ ഇവിടെയൊക്കെ ഏകാധിപതികളുടെ ഒരു വിളയാട്ടമായിരുന്നു അല്ലേ. അപ്പോൾ അവർ അങ്ങനെ ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, കളക്റ്റീവ് സെക്യൂരിറ്റി, കോപ്പറേഷൻ, റെസ്പെക്റ്റ് അല്ലേ, ടു പ്രൊട്ടക്ട് ദ സോവറിനിറ്റി ഓഫ് അതർ നേഷൻസ്, ടു പ്രൊട്ടക്ട് ദി പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇൻട്രസ്റ്റ് ഓഫ് ദി അതർ നേഷൻ, അങ്ങനെയൊക്കെ അതിനൊക്കെ വേണ്ടി ഉടലെടുത്ത ഒരു 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 സംഘടനയായിരുന്നു ലീഗ് ഓഫ് നേഷൻ. പക്ഷേ എന്നാൽ രാജ്യങ്ങളുടെ ഒരു സ്വഭാവം തീർത്തും വിപരീതമായിരുന്നു അല്ലേ. രാജ്യങ്ങൾ എന്താണ്, അവരുടെ താല്പര്യങ്ങൾ, അവർക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ, എന്ത്, ടു അക്വയർ ഫ്രഷ് ടെറിട്ടറീസ്. അന്നത്തെ കാലത്ത് അതായിരുന്നു രാജ്യങ്ങളുടെ ഒരു താല്പര്യം, ഒരു നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ടു അക്വയർ, ടു അനെക്സ് ദി അതർ റീജിയൻസ്, എസ്പെഷ്യലി മോസ്റ്റ് വെൽത്തിസ്റ്റ് റിച്ചസ്റ്റ് പ്ലേസ് ഇൻ ദ വേൾഡ്. അങ്ങനെ ആകുമ്പോഴാണ് കോളനികളാണ് എന്ത് ഒരു രാജ്യത്തിൻ്റെ അധികാരം അല്ലേ. ഇപ്പം നമുക്കറിയാം ബ്രിട്ടനൊക്കെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്നു. അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് സൂര്യൻ ഒരു ഭാഗത്ത് പകലാവുമ്പോൾ ഒരു ഭാഗത്ത് രാത്രിയാവുന്ന സ്ഥലങ്ങളിലൊക്കെ ബ്രിട്ടൻ എന്തുണ്ടായിരുന്നു, കോളനികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്ത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ സാമ്രാജ്യങ്ങൾ, കോളനികൾ കൈവശപ്പെടുത്തുക, അങ്ങനെ ഒരു വലിയ ഒരു ഗ്രേറ്റ് പവറായി മാറുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു റൈസ് ഓഫ് ഡിക്റ്റേറ്റർഷിപ്പ്, ഒരു ഏകാധിപതിയായി മാറുക എന്നുള്ളത് എന്താണ് രാജ്യങ്ങളുടെ ഒരു താല്പര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പിന്നെ ജപ്പാനും ജർമ്മനിയും ഒക്കെ എന്താ പറയുക ഇത്തരത്തിലൊരു ഡിക്റ്റേറ്റർഷിപ്പായി മാറി. അതുപോലെ ഇറ്റലിയൊക്കെ ഒരു ഡിക്റ്റേറ്റർഷിപ്പുമായി മാറിയത് കൊണ്ട് തന്നെ ലീഗ് ഓഫ് നേഷൻ എന്താണ് തളർന്നു പോവുകയാണ്. ഓക്കെ. അങ്ങനെ ജപ്പാൻ മഞ്ചൂരിയയൊക്കെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് ലീഗ് അതിനെ കണ്ടൻ ചെയ്യുന്നുണ്ട്, അതായത് അതിനെ എതിർക്കുന്നുണ്ട്. ലീഗ് റൈസ്ഡ് വോയിസ് അഗെയിൻസ്റ്റ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ജപ്പാൻ വൈൽ ഇറ്റ് അറ്റാക്ക്ഡ് മഞ്ചൂരിയ. ഓക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ ജാപ്പാനോട് പറയുന്നുണ്ട് അത് ചെയ്യാൻ പാടില്ല, യു ആർ ഡൺ എ ഫോൾട്ട്, അല്ലെങ്കിൽ ഫോൾട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ, ചലഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാണ്, ആ സമയത്ത് എന്ത് ചെയ്യാണ്, ലീഗിൽ നിന്ന് എന്ത് ചെയ്യാണ് അവർ ഇറങ്ങി പോകുന്നൊരു സാഹചര്യമാണ് എന്തിന് കാണുന്നത്. മനസ്സിലായല്ലേ. അപ്പം ഇതൊക്കെയാണ് അതേമാതിരി അബ്സീനിയെ അറ്റാക്ക് ചെയ്യുമ്പോൾ ലീഗ് എന്താണ് എതിർക്കുകയും, ലീഗ് ആ ആക്ഷനെതിരെ എന്താണ് ഒരു ആക്ഷനെതിരെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യാണ് ഇറ്റലി എന്ത് ചെയ്യാണ് ലീഗ് ഓഫ് നേഷൻസ് പുറത്തു പോകുന്ന ഒരു സാഹചര്യം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രാജ്യങ്ങളുടെ സഹകരിക്കുന്നതിന് പകരം ഒരു പ്ലാറ്റ്ഫോമിനകത്ത് അല്ല, ഒരു കോപ്പറേറ്റീവ് പ്ലാറ്റ്ഫോമിനകത്ത് കയറിയിരുന്നു കൊണ്ട് കോപ്പറേഷൻ നടപ്പിലാക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ലീഗ് ഓഫ് നേഷൻ എന്താണ് പരാജയത്തിലേക്ക് വീഴുകയാണ്. ഓക്കെ. Next point is limitations of legal methods. It means that League of Nations do not have a well-defined legal methods, legal system. It made many laws to protect the right of the member states, especially the സ്മോൾ കൺട്രീസ്. ഇവിടെ സംഭവം എന്ന് വെച്ചാൽ അവർക്ക് എന്തില്ല, ആ ലീഗ് ഓഫ് നേഷന് അതിൻ്റെ നിയമങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ലീഗൽ പ്രൊസീജിയർ, ലീഗൽ മെത്തേഡ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ അതൊരു പരാജയമായിരുന്നു അല്ലേ. നമുക്കറിയാം ഒരു സംസ്ഥാനത്തിന് അല്ലെങ്കിൽ രാജ്യത്തിന് അതിൻ്റേതായ ലീഗൽ പ്രൊസീജിയർ ഉണ്ട്. നമുക്ക് ഇന്ത്യക്ക് എന്തുണ്ട്, സുപ്രീം കോർട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റുകൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ എന്തുണ്ട്, കോടതികളുണ്ട്. അതുപോലുള്ളൊരു ശക്തമായിട്ടുള്ള ലീഗൽ മെത്തേഡ്സ്, പ്രൊസീജിയർ എന്തിനില്ലായിരുന്നു, ലീഗ് ഓഫ് നേഷൻസ് ഇല്ലായിരുന്നു. ദാറ്റ് ഓൾസോ ലെഡ് ടു ദി ഫെയിലിയർ ഓഫ് ദി ലീഗ് ഓഫ് നേഷൻസ്. ഓക്കെ. വെരി സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് പോയിന്റ് ലോസ് ഓഫ് ഫെയ്ത്ത് ഇൻ ലീഗ് ആണ്. അതായത് ആക്ച്വലി
Small countries do not have confidence with the league to to save them from any aggression. um, the principle of collective security was not applied in actual practice. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്താണ് കളക്റ്റീവ് സെക്യൂരിറ്റി എന്നുള്ളത്. അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ ഒന്നും എന്താണ് കൃത്യമായിട്ട് ലീഗ് ഓഫ് നേഷൻ അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞില്ല. പലപ്പോഴും ഓരോ രാജ്യങ്ങൾ അവരുടേതായ താല്പര്യങ്ങൾക്കനുസരിച്ച് എന്തായിരുന്നു മുന്നോട്ട് പോവുകയായിരുന്നു. അതുപോലെ തന്നെ അഗ്രഷൻ, നമുക്കറിയാം ജപ്പാൻ അറ്റാക്ക് ചെയ്തു അല്ലേ, പല രാജ്യങ്ങളും മറ്റു രാജ്യങ്ങൾ അറ്റാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ലീഗ് ഓഫ് നേഷൻസ് നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇറ്റലിയിലും ജർമ്മനിയിലൊക്കെ ഉണ്ടായിരുന്ന ഡിക്റ്റേറ്റർഷിപ്പ് ഏകാധിപതികൾ അവരൊന്നും ഒതുക്കി നിർത്താൻ ആർക്ക് കഴിഞ്ഞില്ല, ലീഗിന് കഴിഞ്ഞില്ല. അത് വേറൊരു പരാജയ കാരണമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്മോൾ കൺട്രീസ് ഡി നോട്ട് ഹാവ് കോൺഫിഡൻസ് വെദർ ദ ലീഗ് ഈസ് ആൻ ഓപ്ഷൻ ടു പ്രൊട്ടക്ട് ദെയർ റൈറ്റ്സ്. ഓക്കെ, പൊളിറ്റിക്കൽ എക്കണോമിക് ആൻഡ് സെക്യൂരിറ്റി റൈറ്റ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു താല്പര്യം ചെറിയ രാജ്യങ്ങൾക്ക് ഇല്ലായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിഫക്റ്റ്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദി ലീഗ് ഓഫ് നേഷൻ ഫെയിൽഡ് ബിക്കോസ് ഓഫ് സെർട്ടൈൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിഫക്റ്റ്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ലീഗ് ഓഫ് നേഷൻ്റെ പരാജയത്തിനൊരു കാരണമായി മാറി എന്നുള്ളതാണ്. അതെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ദാറ്റ് ഡിസ്പ്യൂട്ട് ബ്രോട്ട് ബിഫോർ ദി കൗൺസിൽ ഓഫ് ദി ലീഗ് അണ്ടർ ആർട്ടിക്കിൾ 11 ആണ്. ഓക്കെ, ഡിസിഷൻ ഓഫ് ദി കൗൺസിൽ ഹാഡ് ടു യുനാനിമസ്. അതായത് ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 11 പ്രകാരം ലീഗ് ഓഫ് നേഷൻസിൻ്റെ ആർട്ടിക്കിൾ 11 പ്രകാരം എന്ത് ചെയ്യണം, യുനാനിമസ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കണം. അതേ സമയത്ത് ലീഗ് ഓഫ് നേഷൻ്റെ ആർട്ടിക്കിൾ 50 എന്താ പറയുന്നത്, ഇഫ് ദി ഡിസിഷൻ വേർ നോട്ട് യുനാനിമസ് വെർഡിക്റ്റ് അണ്ടർ ആർട്ടിക്കിൾ 11 ദി ഡിസ്പ്യൂട്ടിംഗ് പാർട്ടീസ് വേർ ഫ്രീ ടു റെസ്യൂം ദി ഹോസ്റ്റിലിറ്റീസ് ആഫ്റ്റർ എ പീരിയഡ് ഓഫ് 3 months എന്നാണ്. അതായത് ഒരു യുനാനിമസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ, ഒരു വെർഡിക്റ്റ്, ഒരു ഡിസിഷൻ തീരുമാനം പുറത്തേക്ക് വന്നില്ലെങ്കിൽ ഈ ഡിസ്പ്യൂട്ടിംഗ് പാർട്ടീസ് എന്താണ്, വേർ ഫ്രീ, അവരെന്താണ് ഫ്രീ ആവും ടു റെസ്യൂം ദ ഹോസ്റ്റിലിറ്റീസ് ആഫ്റ്റർ പീരീഡ് ഓഫ് 3 months. അതായത് പ്രശ്നം ഉണ്ടാവുന്നു, പ്രശ്നം എന്ത് ചെയ്യുന്നു, ലീഗ് ഓഫ് നേഷനിൽ വരുന്നു, ഒരു ഏകപക്ഷീയ ഏക അഭിപ്രായം ആ ഡിസ്പ്യൂട്ടിൽ എടുത്തില്ല എങ്കിൽ ആർട്ടിക്കിൾ 15 പ്രകാരം എന്ത് ചെയ്യാണ്, ഡിസ്പ്യൂട്ടിലുള്ള പാർട്ടികൾക്ക് എന്ത് ചെയ്യുക, വീണ്ടും എന്ത് ചെയ്യുക, അവരുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. അതായത് ആ പ്രശ്നമായിട്ട് അവർക്ക് എന്ത് ചെയ്യുക, വീണ്ടും മുന്നോട്ട് പോവാം എന്നുള്ളതൊരു ഒരു ഒരു ഈ കാര്യം എന്താണ് ലീഗ് ഓഫ് നേഷൻ്റെ പരാജയത്തിന് ഒരു കാരണമാണ്. അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നാരോ നാഷണലിസം ഈസ് ഓക്കെ ഫൈൻ, ബട്ട് നാരോ നാഷണലിസം ഈസ് എ പ്രോബ്ലം. വാട്ട് ഈസ് നാഷണലിസം ഈസ് എ ഫീലിംഗ് ഓഫ് വൺനെസ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില രാജ്യങ്ങളുടെ ഒരു ഇടുങ്ങിയ ദേശീയത എന്താണ് ലീഗ് ഓഫ് നേഷൻസിൻ്റെ പരാജയത്തിന് കാരണമായി എന്നുള്ളതാണ്. അവർക്ക് അവരുടേതായ താല്പര്യങ്ങൾ, ജർമ്മനിക്കും ഇറ്റലിക്കും ജപ്പാനും ഒക്കെ എന്താണ് അവരുടേതായ താല്പര്യങ്ങളായിരുന്നു. അവർ പ്രത്യേകിച്ച് ഫ്രാൻസൊക്കെ അവരുടേതായ നാഷണൽ സെക്യൂരിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുകയും ബ്രിട്ടൻ എന്താണെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ട്രേഡൊക്കെ പ്രൊമോട്ട് ചെയ്യാം. നമുക്കറിയാലോ ബ്രിട്ടൻ ആ സമയത്തൊക്കെ പുറത്ത് ഒരുപാട് കോളനികൾ ഉണ്ടായിരുന്നു. അവിടുന്ന് സാധനങ്ങളൊക്കെ കയറ്റിയ ഒരു ബിസിനസ് ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു ആർക്കുണ്ടായിരുന്നത്, ബ്രിട്ടൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്താണ് ബ്രിട്ടനെ പോലത്തെ രാജ്യങ്ങൾ മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ്. അവർക്ക് അപ്പോഴും സാമ്പത്തിക താല്പര്യമായിരുന്നു. ജപ്പാൻ ഒരു വേൾഡ് പവറായിട്ട് മാറുക എന്നുള്ളതാണ് ജപ്പാൻ്റെ ഒരു താല്പര്യം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇറ്റലിയും ജർമ്മനിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം അതിന് നഷ്ടപ്പെട്ടിട്ടുള്ള എന്താണ് ഒരു ഒന്നാം ലോക മഹായുദ്ധത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു പ്രസ്റ്റീജ് വീണ്ടെടുക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു ഒരു ഓട്ടത്തിലായിരുന്നു ആര്, ജർമ്മനി. അപ്പം ഇങ്ങനെ ഒരു ഏകതാബോധം ഇല്ലായിരുന്നു. പലപ്പോഴും നാരോ നാഷണലിസം, അവരുടെ ദേശീയതയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അവർ മുന്നോട്ട് നടന്നു നീങ്ങിയത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളായിരുന്നു അവരുടെ പ്രവർത്തനങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഒരു 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 ഏകാഭിപ്രായം ഇല്ലായിരുന്നു ഈ നാരോ നാഷണലിസത്തിൻ്റെ ഭാഗമായിട്ട്. അതും എന്താണ് ലീഗ് ഓഫ് നേഷൻ പരാജയപ്പെടാനുള്ള ഒരു കാരണമായി. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ലാക്ക് ഓഫ് മ്യൂച്വൽ കോപ്പറേഷൻ. Actually there was no
real or mutual cooperation between the members of the League of Nations, especially the great powers like Germany, Italy, France, okay, Britain. ഇവരെപ്പോഴും they are looking for to protect their interest. They saw, though considered the league is a platform to protect their national interest and out become a powerful nation with the support of the League of Nations അല്ലേ. അതിനകത്ത് കയറി അല്ലെങ്കിൽ ലീഗ് ഓഫ് നേഷനകത്ത് ഇരുന്നു കൊണ്ട് എങ്ങനെ ശക്തമായ രാജ്യമായി മാറാൻ പറ്റുന്നുള്ളതാണ് ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും ഒക്കെ എന്ത് ചെയ്ത് ഹിറ്റ്ലർ പോലും എന്താണ് ആ ആ ഒരു മെൻറ്റാലിറ്റിയുമായിട്ടാണ് എന്ത് ചെയ്ത് മുന്നോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിലുള്ള ഒരു ലാക്ക് ഓഫ് കോപ്പറേഷൻ അല്ലേ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് അത് വലിയൊരു പരാജയമായി. ഏതൊരു സംഘടനക്കും ഈ എസെൻഷ്യലാണ് എന്ത് അല്ലെങ്കിൽ അതിൻ്റെ വിജയത്തിൻ്റെ ഒരു പ്രധാന ഘടകം എന്നുള്ളതാണ് അതിൻ്റെ കോപ്പറേഷനാണ് അതിനകത്തുള്ള മെമ്പർമാരെ. പക്ഷേ പലപ്പോഴും ലീഗ് ഓഫ് നേഷൻ എന്താണ് ഇവരുടെ അല്ലെങ്കിൽ അതിനകത്തുള്ള മെമ്പർമാരുടെ കോപ്പറേഷൻ ഇല്ലായിരുന്നു എന്നുള്ളതാണ് എന്ത് പറയുന്നത്. സ്പെസിഫിക്കായിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് ദി മഞ്ചൂരിയൻ ക്രൈസിസ് അല്ല, ജപ്പാൻ അറ്റാക്ക്ഡ് മഞ്ചൂരിയ അല്ലെങ്കിൽ ജപ്പാൻ ഇൻവാഡ് മഞ്ചൂരിയ. ലീഗ് ഓഫ് നേഷൻ ഫെയിൽഡ് ടു ഇംപ്ലിമെൻറ്റ് സാങ്ഷൻസ് ഓൺ ജപ്പാൻ. അതായത് ഇത് ഡിസൈഡ് ടു വിത്ഡ്രോ ഹെർ മെമ്പർഷിപ്പ് ഓഫ് ലീഗ് ഓഫ് നേഷൻ. അതായത് മഞ്ചൂരിയനെ ജപ്പാൻ അറ്റാക്ക് ചെയ്തപ്പോൾ ലീഗ് എന്താണ് അത് ഒത്തുതീർപ്പാക്കാൻ അല്ലെങ്കിൽ ജപ്പാനെതിരെ ശക്തമായിട്ടുള്ളൊരു നടപടി എടുക്കാൻ ആർക്ക് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഇംപ്ലിമെൻ്റ് സാങ്ഷൻസ് ജപ്പാനെ ഉപരോധിക്കാൻ ആർക്ക് കഴിഞ്ഞില്ല, ലീഗ് ഓഫ് നേഷന് കഴിഞ്ഞില്ല. അങ്ങനെ ഒരു ശ്രമം നടത്തിയത് കൊണ്ട് തന്നെ അത് ഇഷ്ടപ്പെടാത്ത ജപ്പാൻ എന്ത് ചെയ്തു, അതിൻ്റെ മെമ്പർഷിപ്പ് വലിച്ചെറിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ലീഗ് ഓഫ് നേഷൻ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതൊരു സ്പെസിഫിക് കേസാണ്. ഓക്കെ, മഞ്ചൂരിയൻ ക്രൈസിസ്. ഓക്കെ, നമ്മൾ നേരത്തെ ആ ഒരു ആബ്സെൻസ് ഓഫ് ഗ്രേറ്റ് പവേഴ്സിൽ പറഞ്ഞൊരു പോയിന്റ് ആണെങ്കിലും ഇതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കേസും ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഈസ് സെപ്പറേറ്റ് ലൈൻസ് ഓഫ് തോട്ട്. അത് ദി മെമ്പർ സ്റ്റേറ്റ് ഹാഡ് നോട്ട് എ സിമിലർ അപ്രോച്ച്, വ്യൂ ആൻഡ് പെർസെപ്ഷൻസ് ടുവാർഡ്സ് ദി വേൾഡ് പ്രോബ്ലം. അത് ഇവർക്കിടയിൽ എന്താണ് ഒരു പൊതുവായിട്ടുള്ള അപ്രോച്ച്, കാഴ്ചപ്പാട്, പെർസെപ്ഷൻ ഒന്നും ഇല്ലായിരുന്നു ലോക പ്രശ്നങ്ങളെക്കുറിച്ച്. എപ്പോഴും അവരെന്താ വെച്ചാൽ ദേ പ്രൊട്ടക്റ്റഡ് ദെയർ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ്. ഓക്കെ, and state acted as a realistic perspective and they promoted war, annexation and threat instead of cooperation. അതായത് കോപ്പറേഷൻ പകരം എന്താണ് അവരെന്ത് ചെയ്യുന്നു, റിയലിസ്റ്റിക് അപ്രോച്ച്. റിയലിസ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സെക്കൻഡ് സെമസ്റ്ററിൽ. അതായത് വാറും ത്രെട്ടും അനക്സേഷനൊക്കെ എന്താണ് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാറുന്നൊരു സാഹചര്യം, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളുടെ ഒരു കൂട്ടമായിരുന്നു എന്ത് ലീഗ് ഓഫ് നേഷൻ എന്ന് പറഞ്ഞാൽ. ചില രാജ്യങ്ങൾ സമാധാനം ആഗ്രഹിച്ചു, ചില രാജ്യങ്ങൾ എന്താണ് ഈ ലീഗ് ഓഫ് നേഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പവർഫുൾ ആയിട്ടുള്ള രാജ്യമായി മാറാൻ പറ്റും എന്നുള്ളതും അത്തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ ഒരു ഡൈവേഴ്സ് തോട്ടിൻ്റെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് എന്തായി മാറാണ്, ലീഗ് ഓഫ് നേഷനായി മാറാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഒരു ചിന്തയിലും ആ ചിന്തയിൽ നിന്ന് ഉടലെടുക്കുന്ന പ്രവർത്തികളും എല്ലാം എന്താണ് അതിൻ്റെ ഒരു വ്യത്യസ്തത അല്ലേ, തീർത്തും ഒത്തുപോകാൻ കഴിയാത്ത തരത്തിലുള്ള ചിന്തകളും പ്രവർത്തികളുമായിരുന്നു എന്താണ് ലീഗ് ഓഫ് നേഷനിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കുണ്ടായിരുന്നത്. അത് തന്നെ എന്ത് ചെയ്യാണ്, ആ ഒരു സെപ്പറേറ്റ് ലൈൻ ഓഫ് തോട്ട്സ് ഈ എന്താണ് വാസ് ഓൾസോ റീസൺസ് ടു ഫെയിലിയർ ഓഫ് ലീഗ് ഓഫ് നേഷൻസ്. ഓക്കെ, അതർ പോയിന്റ്സ് ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. ലീഗ് ഓഫ് നേഷൻസ് ലാക്ക്ഡ് എൻഫോഴ്സബിൾ റൈറ്റ്സ്. അതായത് ഒരു എൻഫോഴ്സബിൾ ആയിട്ട് ലോ അല്ലെങ്കിൽ ഒരു ഡിസിഷന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അല്ലേ, അത് എനാക്ട് ചെയ്യാൻ എന്തില്ലായിരുന്നു, ലീഗ് ഓഫ് നേഷൻ എന്താണ് കഴിഞ്ഞില്ല എന്നുള്ളതാണ് എന്ത് ഒരു പരാജയം അല്ല. ഇപ്പം ഏതെങ്കിലും ഒരു മെമ്പർ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു രാജ്യത്തെ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താൻ അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായിട്ട് ഒരു കാൽവെപ്പ് വെക്കാൻ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് എടുക്കാൻ എന്താണ് ആർക്ക് കഴിയുന്നില്ല, ലീഗ് ഓഫ് നേഷന് കഴിയുന്നില്ല. ഓക്കെ, അടുത്ത പോയിന്റ് ഇതിനൊരു ഇറ്റ് നോട്ട് ഹാവ് മിലിറ്ററി ഫോഴ്സ് ഓഫ് ഇറ്റ്സ് ഓൺ. അതായത് അതിൻ്റേതായിട്ടുള്ള ഒരു മിലിറ്ററി ഫോഴ്സ് ഇല്ല. ഇപ്പോൾ നമുക്കറിയാം UNOക്ക് എന്തുണ്ട്, ഒരു UN പീസ് കീപ്പിംഗ് ഫോഴ്സ് ഉണ്ട് അല്ലേ. പല രാജ്യങ്ങളും അതിൻ്റെ
അതിൽ പല രാജ്യങ്ങൾക്ക് എന്തുണ്ട്, അതിൽ മെമ്പർഷിപ്പ് ഉണ്ട്, പല രാജ്യങ്ങളുടെയും പട്ടാളക്കാർ അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നേരിട്ട് ഇടപെടും. അങ്ങനത്തെ ഒരു 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 ഫോഴ്സ് അല്ലെങ്കിൽ ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സ് ഒന്നും ആർക്കില്ലായിരുന്നു, ലീഗ് ഓഫ് നേഷൻ ഇല്ലായിരുന്നു. ദാറ്റ് ഓൾസോ ലെഡ് ടു ദി ഫെയിലിയർ ഓഫ് ദി ലീഗ് ഓഫ് നേഷൻസ്. പിന്നെ ഇന്ത്യയെ പോലെയുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൺട്രി അല്ലേ, ഇന്ത്യ അന്ന് സ്വാതന്ത്ര്യം ഇല്ലായിരുന്നെങ്കിൽ പോലെ എന്താണ്, ഇന്ത്യയെ പോലത്തെ ഏഷ്യയിലെ ഒരു പ്രധാനപ്പെട്ട രാജ്യമായ ഇന്ത്യ എന്താണ് അതിനകത്ത് മെമ്പർ അല്ലായിരുന്നു. അടുത്തത് മാൻഡേറ്റ് ഇഷ്യൂ. നമുക്കറിയാം അല്ലേ, മാൻഡേറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം എന്താണ്, ജർമ്മനിയുടെയും ഓട്ടോമൻ എംപയറിൻ്റെയൊക്കെ കീഴിലുണ്ടായിരുന്ന കോളനികൾ എന്ത് ചെയ്യാണ്, വീണ്ടും എന്താണ് ലീഗ് ഓഫ് നേഷൻ എന്ത് ചെയ്യാണ്, വീണ്ടും ബ്രിട്ടനും അതുപോലെ അതിൽ വിജയിച്ച രാജ്യങ്ങൾക്ക് എന്താണ് വീതിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ നേരിട്ടോ അല്ലാതെയോ അവരുടെ അധികാരം സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു മാൻഡേറ്റ് ലീഗ് ആർക്ക് കൊടുത്തു, ഈ പറയുന്ന രാജ്യങ്ങൾക്ക് കൊടുത്തു. അതൊരു പരിധി വരെ അതിന് വിധേയമായ രാജ്യങ്ങൾക്ക് എന്താണ് ഒരു അതൃപ്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതും ഒരു എന്താണ് ഒരു പരാജയത്തിൻ്റെ കാരണമായി മാറിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ലീഗിൻ്റെ പരാജയങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. വളരെ സിമ്പിളാണ്. ഒരു ഒരു ഓർഗനൈസേഷൻ എങ്ങനെ രൂപീകരിച്ചു, എന്തിനു വേണ്ടി രൂപീകരിച്ചു, എന്തിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടു എന്നുള്ളതിൽ നിന്ന് എന്താണ് വ്യതിചലിച്ചപ്പോൾ, അല്ലെങ്കിൽ എന്തിനു വേണ്ടി അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ആ ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്യാൻ, അത് നടപ്പിലാക്കാൻ കഴിയാതെ വരുമ്പോൾ തീർച്ചയായിട്ടും ഏതൊരു സംഘടനയും എന്ത് ചെയ്യും, പരാജയപ്പെട്ടു പോകും. അതുതന്നെയായിരുന്നു എന്താണ് ലീഗ് ഓഫ് നേഷൻ്റെയും കാരണം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ലോകത്ത് രണ്ടാമതൊരു വേൾഡ് വാർ, രണ്ടാമതൊരു ലോക മഹായുദ്ധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ഥാപിക്കപ്പെട്ട ഒരു സംഘടന എന്ത് ചെയ്യാണ്, രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായി മാറി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കോൺട്രഡിക്ഷൻ, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സത്യം എന്നുള്ളത് അല്ലേ. അപ്പം അത്തരത്തിലുള്ള ഡിസ്പ്യൂട്ടുകളും കോൺഫ്ലിക്റ്റുകളും ഇഷ്യൂസും അനക്സേഷനും അഗ്രഷനും കോൺഫ്ലിക്റ്റും ഒക്കെ എന്ത് ചെയ്യാണ്, ഇതിന് തടയാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. പലപ്പോഴും അതിൻ്റെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ, അല്ലെങ്കിൽ തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു പ്രാപ്തി, ഒരു കഴിവ്, ഒരു ലീഗൽ പ്രൊസീജിയർ മെത്തേഡൊന്നും അതിനില്ലായിരുന്നു. പലപ്പോഴും അതിലെ ശക്തമായ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു 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 ഘട്ടത്തിലേക്ക് വരെ അത് എത്തിയിരുന്നു. മനസ്സിലായില്ല. ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ലീഗ് ഓഫ് നേഷൻ പരാജയപ്പെടാനുള്ള കാരണങ്ങൾ. ഓക്കെ.